ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസിൻ്റെ 68 ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഓ മാമ ചന്ത മാമ ആ പാട്ടാണ് കേട്ടോ രാവിലെ അവർക്ക് ഡാൻസ് കളിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ടാസ്ക്കാണ്. ടാസ്കിൻ്റെ പേര് വേറൊന്നുമില്ല, ഉരുളും തളിക. ഇത് പറക്കും തളിക, ഇത് മനുഷ്യരെ കൊടുക്കും തളിക എന്ന് പറയുന്നത് പോലെ ഉരുളും തളികയാണ്. ഇനിയുള്ള ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. മത്സരച്ചൂട് വർദ്ധിക്കുന്നുണ്ട്. പിന്നെന്താണ്, തണുപ്പൻ മട്ട് ഇനി പാടില്ല. മത്സരച്ചൂടിന് കുറച്ചുകൂടി ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ ബോട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മുട്ടകളുണ്ട്. അത് നിങ്ങളുടെ വീട്ടുകാരെന്ന് കരുതി ആ മുട്ടകളെ സംരക്ഷിച്ച് എന്താ പറയുക, തടസ്സങ്ങളെല്ലാം മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ട് സുരക്ഷിതമായി എത്തിക്കുക. ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോട്ട് ആക്ടിവിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓരോ ടീമിനും 12 മുട്ടയാണ് കേട്ടോ. പെഡസ്റ്റൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിനകത്താണ് മുട്ടകൾ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഇത് കുറേ തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ട് വേണം. കണ്ടോ, ടയറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ ചവിട്ടി 1 2 3 ചവിട്ടി ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ കുനിഞ്ഞ് സ്റ്റെപ്പ് കയറി ഈ ലാഡറിൽ ചവിട്ടിയിട്ടാണ് ഈ ബോക്സിൽ കൊണ്ട് മുട്ട നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യത്തെ ടീം തിരഞ്ഞെടുക്കണം. അപ്പോൾ 4 വിധികർത്താക്കളാണ് 4 ടീമിൽ നിന്നും. അപ്പോൾ അവരാദ്യം നമ്മളെ ഡെൻ ടീമിനാണ് വിട്ട് വെച്ചിരിക്കുന്നത്. ജിൻഡപ്പൻ്റെ ടീമാണ്. അങ്ങനെ റസ്മിനും നന്ദനക്കുട്ടിയും ഈ 2 മുട്ട കൊണ്ട് സുരക്ഷിതമായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിൻഡപ്പന് വയ്ക്കാൻ പറ്റില്ല. ജിൻഡപ്പൻ ഇങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ചത് മുട്ട ടപ്പേന്നതാ താഴെ വീണു. ജിൻഡപ്പൻ്റെ വീട്ടുകാരെ ജിൻഡപ്പൻ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഋഷിയൊക്കെ ഇവിടെ അവർക്ക് പ്ലാസ്മ ടിവിയിലൂടെ കാണാം കേട്ടോ. അപ്പോഴത്തേക്ക് ഋഷിയൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ 4 മുട്ടയാണ് ഡെൻ ടീമിൽ അവർ സുരക്ഷിതമായിട്ട് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിധികർത്താവ് അപ്സരയാണ് കേട്ടോ. അതിനുശേഷം രണ്ടാമത് മത്സരിക്കാൻ പോകേണ്ടത് ഏത് ടീമാണെന്ന് ഇവർ ചർച്ചയാണ് വിധികർത്താക്കൾ. അപ്പം നോറയും ജാസ്മിനും പറഞ്ഞിരിക്കുന്നത് അപ്സര ടീമായി ടണൽ പോട്ടെന്ന്. പക്ഷേ റസ്മിനും നമ്മുടെ അപ്സരയും പറഞ്ഞിരിക്കുന്നത് പീപ്പിൾസ് റൂം പോട്ടെന്നാണ്. അങ്ങനെ കുറച്ച് ഒരു ജഗട പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് സോൾവ് ആയിട്ട് അപ്സര പറഞ്ഞു ഞങ്ങൾ തന്നെ പോകാമെന്ന്. അങ്ങനെ സിജോയും സായിയും അതുപോലെ തന്നെ അപ്സരയാണിത് പോയിരിക്കുന്നത്. അപ്സര അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 2 മുട്ട. പക്ഷേ സിജോ ആണെങ്കിൽ ഇവിടെ കണ്ടല്ലോ, ഇവിടെ കുറച്ച് വൈക്കോൽ പോലെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നേരെ ചവിട്ടണം. പക്ഷേ സിജോ ആണെങ്കിൽ തറയിൽ ചവിട്ടിയിട്ടാണ് അത് ചവിട്ടിയത്. അപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ വിട്ടു കൊടുക്കുമോ? അത് അങ്ങനെയല്ല കേട്ടോ. അത് നമ്മൾ പ്ലാസ്മ ടി വിയിൽ മറ്റംഗങ്ങളും പറയുകയാണ് ജാസ്മിൻ പറഞ്ഞതാണ് ശരിയെന്നുള്ളത്. അവിടെ കാല് ഊന്നാൻ പാടില്ല. തെറ്റാണെന്ന് അപ്സരയ്ക്ക് അറിയാം. എന്നിട്ടും സിജോ പറയുന്നത് ബ്ലാബ്ല അടിക്കുന്നത് അപ്സരയും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞത് ഈ കമ്പ് വെച്ചിരിക്കുന്ന കണ്ടോ, ഇവിടെ കാക്കയെ കല്ലെറിയുന്നല്ലോ, ഇവിടെ നിന്ന് കുനിഞ്ഞങ്ങോട്ട് പോകാനാണെന്ന രീതിയിൽ തർക്കമായിരുന്നു. അപ്പോഴത്തേക്ക് അഭിഷേക് ശ്രീ പറഞ്ഞു നായകനാഹി ആ പാട്ടൊക്കെ പാടി അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു അന്തിമ വിധികർത്താവിൻ്റെതാണ്. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞു 4 പോയിന്റ്. അപ്പോൾ ഡെൻ ടീമും അതുപോലെ തന്നെ അപ്സര ടീമും 4 മുട്ട വീതമാണ് എടുത്തിരിക്കുന്നത്. ബാക്കി വന്നത് നോറയുടെ ടീമാണ്. പീപ്പിൾസ് ടീമിൽ നിന്ന് ഒരു മുട്ട പോലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നോറ കണ്ട തുടക്കത്തിൽ തന്നെ കൈ റോങ്ങായിട്ട് വെച്ചത്. പക്ഷേ മുട്ടതാ താഴെ വീണു. പൊട്ടിയിട്ടില്ല കേട്ടോ മുട്ട. പക്ഷെ നല്ല ഡിസൈനിലൊക്കെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ടീമിൽ നിന്നും ഋഷിയും ജാസ്മിനൊക്കെ വന്നു. അവർക്ക് ഒരു മുട്ട പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെയും വീട്ടുകാരവർക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജാസ്മിനൊക്കെ പഠിച്ച പണി 18 നോക്കി. പക്ഷേ എന്നിട്ടും ഒരു മുട്ടയും അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അർജുനാണിത് ഇങ്ങനെ അവസാനം വരെ എത്തിയായിരുന്നു കേട്ടോ. ആ എത്തിയ സമയമായപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു മുട്ട പൊട്ടിപ്പ്. അങ്ങനെ ഡെൻ ടീമിനും അതുപോലെ ടണൽ ടീമിനുമാണ് ഇന്ന് പോയിന്റ് നേടിയിരിക്കുന്നത്, 3 പോയിന്റ് വീതം. പക്ഷേ അപ്സര ടണൽ ടീമാണ് 8 പോയിന്റ് എടുത്ത് മുന്നിൽ നിൽക്കുന്നത്. തൊട്ട് പറയാൻ തന്നെ ജിൻഡപ്പനുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ആ റൗണ്ട് അവിടെ കഴിഞ്ഞു. അതിനുശേഷം അവരെല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു. വാ വാവോ വാവേ വന്നും മകൾ സമ്മാനം. ആ പാട്ടില്ലേ, ആ പാട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പടി കടന്ന് ഒരു അമ്മ ഒരു കയ്യിൽ പാവക്കുട്ടിയുമായിട്ട് കുടയൊക്കെ പിടിച്ച് നല്ല ഒരു അടിപൊളി വിഷ്വലായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് അത് വേറെ ആരുമല്ല അപ്സരയുടെ അമ്മയാണ്. അപ്സര ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട്. ആൽബിച്ചേട്ടൻ വന്നില്ല, എന്തുകൊണ്ട് ആൽബിച്ചേട്ടൻ വന്നില്ല എന്ന് പറയും. മക്കൾ വാ എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും എല്ലാവർക്കും കണ്ണിന് ഏറെണീച്ചൊരു രംഗമായിരുന്നു കേട്ടോ. എല്ലാ അമ്മമാരുടെയും പ്രതികരിച്ചിട്ട് അപ്സരയുടെ അമ്മ മോനെ അമ്മ വന്നു കേട്ടോ, മക്കൾ വിഷമിക്കേണ്ടെന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും അമ്മയെ അപ്സര അകത്തേക്ക് സ്വീകരിച്ചു. അമ്മയ്ക്ക് എല്ലാവർക്കും സന്തോഷം. മക്കളെ ഇരിക്കും, നിങ്ങൾക്ക് ഒരുപാട് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന രീതി പറഞ്ഞു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അപ്സരയുടെ അമ്മയെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോർ റൂമിലത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ നന്ദനയും ശ്രീതും ഒക്കെ പേർത്തിട്ട് നന്ദന വെച്ച് എന്താ അമ്മ ഈ സാധനമൊക്കെ മക്കളുമാർ കഴിക്കുക, എല്ലാ മക്കളുമാർക്കും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയും അപ്സരയും കൂടി സംസാരിക്കുന്നു. ആൽബിച്ചേട്ടൻ വരാത്തതിൻ്റെ വിഷമമാണ്. അപ്പോൾ പറഞ്ഞു നീ ഡൗൺ ആകരുത്, നീ ആദ്യം നല്ല കളിച്ചു വന്നു, പിന്നീട് കുറച്ച് ഡൗൺ, ഇപ്പോൾ ഒന്ന് കയറി വരുന്നുണ്ട്.
അപ്പോൾ നീ ഹാപ്പി ആയിരിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ അഭിഷേക് എടാ അന്ന് ആ കത്ത് വായിച്ചത് പുറത്ത് സീനായെന്ന് തോന്നുന്നു കേട്ടോ എന്ന രീതിയിൽ. സീനായി മോനെ സീനായി. അടുത്ത രംഗം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നു. ജാസ്മിനെയും അതുപോലെ അർജുനെ ഒരടി കടിച്ചിട്ടാണ് ഓടുന്നത്. തൊട്ടുപുറകെ ഒരാൾ പിടിക്കാൻ ഓടുന്നുണ്ട്. അവരൊക്കെ മുഖംമൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേറെ ആരുമല്ല, നമ്മുടെ അപ്സരയുടെ ആൽബിച്ചേട്ടനായിരുന്നു. ഒരാൾ ഓടിച്ചുകൊണ്ട് വന്നില്ലേ, അവരെ ഹൗസിൽ മറ്റങ്ങളെല്ലാവരും കൂടി ഓടിച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കേട്ടോ. ഇവിടെ പുടിയിടാന്നൊക്കെ രീതിയിൽ. എന്തായാലും ആൽബി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസും ആൽബിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്സരയെ പറഞ്ഞു നീ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ എന്താണ്, ഞാൻ ബിഗ് ബോസിൽ പോയി വണ്ണം കുറയും, നീ ഇവിടെ മുട്ടയെല്ലാം കട്ടെടുത്ത് വണ്ണം കൂടിയിരിക്കാനുള്ള രീതിയിൽ ചുമ്മാ ഫണ്ണായിട്ട് സംസാരിച്ചു. എല്ലാവരെയും കുറിച്ച് സംസാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ ദൂരെ ഒരു മഴവില്ലിൻ ആ പാട്ടുണ്ടല്ലോ, സാധ്യരാഗങ്ങളെ ആ പാട്ടും പാടി പവിഴ മഴയേ എന്നൊക്കെ പറഞ്ഞിട്ട് മഴ പോലെ നല്ല സുന്ദരിയായ ഒരു മോള് കടന്നു വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സായിൻ്റെ വൈഫാണ് കേട്ടോ. സായി തലയിൽ കൈവച്ച് പോയി കേട്ടോ. അടിപൊളി നല്ല സുന്ദരി കൊച്ചായിരുന്നു കേട്ടോ. സ്നേഹം നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും നമ്മൾ സിജുവൊക്കെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന രീതിയിലാക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു സ്നേഹ പ്രകടനമാണ് മറ്റുള്ളവർ കാണുന്ന. എല്ലാവരും സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. സായിക്ക് ഭയങ്കര ചമ്മലായിരുന്നു സിജുവിനെ തള്ളി ഒന്ന് വിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ റൂമിൽ സംസാരിക്കുന്നു. അച്ഛനും അമ്മയും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഓക്കെ ആണെന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ലിവിങ് റൂമിലെല്ലാം ഇരിക്കുന്ന സമയത്ത് അതാ സായിയുടെ അച്ഛനാണ് കേട്ടോ. സായിയുടെ അച്ഛൻ എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സായി എന്ന രീതിയിൽ. അപ്പോൾ സായി ഇങ്ങനെ മനസ്സോടെ എണീറ്റായിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചു. നീ ഒന്നും മനസ്സിൽ വിഷമമൊന്നും വിചാരിക്കേണ്ട, അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് വീട്ടിലെ സാഹചര്യമായതുകൊണ്ടാണ്. അമ്മ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. നീ നല്ലോണം ആ കിട്ടിയ പ്ലാറ്റ്ഫോം നീ നല്ലോണം യൂസ് ചെയ്യുക, നല്ലോണം കളിച്ച് വിജയിച്ച് വരിക എന്ന രീതിയിൽ. അപ്പോൾ സോറി അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള നീണ്ട നാളത്തെ ഒരു പിഴക്കൊക്കെ എനിക്ക് സ്ട്രിക്റ്റ് ആയ ഒരു അച്ഛനായിരിക്കും കേട്ടോ. എനിക്ക് സായിയുടെ അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ രമേശ് ചേട്ടൻ്റെ അച്ഛനെ പോലെ ഓർമ്മ വന്നു കേട്ടോ. അച്ഛനും കുറച്ച് സ്ട്രിക്റ്റാണ്. ഇന്നും രമേശ് ചേട്ടൻ അച്ഛൻ്റെ മുമ്പിൽ ഭയങ്കര ഭവ്യതയോടെ ഒരു പേടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കണക്ട് ചെയ്തത് കേട്ടോ. സായി ബിഗ് ബോസിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്നേഹ പറഞ്ഞു സായിയുടെ സൂപ്പർ ഹീറോയാണ് അച്ഛൻ എന്ന രീതിയിൽ. അവർ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ അങ്ങോട്ട് ദൃഢമാകട്ടെ. അതിനുശേഷം ഒരു സ്പോൺസർ ടാസ്ക്കാണ് കേട്ടോ. സ്പോൺസർ ടാസ്ക് വേറെ ഒന്നുമില്ല, ബ്രിട്ടാനിയ ഗുഡ് ഡേ ബിസ്ക്കറ്റില്ലേ, ആ ബിസ്ക്കറ്റിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക്കാണ് കേട്ടോ. ധാരാളം നട്ട്സ് അടങ്ങിയ ബിസ്ക്കറ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുഡ് ഡേ ബിസ്ക്കറ്റ് കേട്ടോ. എന്തായാലും അതൊരു 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞതിന് ശേഷം 3 റൗണ്ടുണ്ട്. അതൊന്നാണെങ്കിൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിക്കണം. അപ്പോൾ അതിനകത്ത് ടീം എ ആണ്, ഋഷിയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. രണ്ടാമതാണെങ്കിൽ ആ സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം, അത് വെച്ച് കഴിക്കണം. അങ്ങനെ അതിനകത്ത് ടീം ബി ആണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ മൂന്നാമതാണെങ്കിൽ ബലൂൺ ഇങ്ങനെ തട്ടി ബലൂൺ വീഴുന്നതിന് മുന്നേ ആ ബിസ്ക്കറ്റ് എല്ലാം പറക്കിയെടുക്കും. ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് ആരാണ് എടുക്കുന്ന രീതിയിൽ. മൊത്തത്തിൽ ജയിച്ചിരിക്കുന്ന ടീം എ ആണ് കേട്ടോ. സ്പോൺസർ ടാസ്കോട് കൂടി ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. പിന്നെ ബേബി പ്ലസിനകത്ത് സായിയുടെ വീട്ടിൽ നായ്ക്കുട്ടികൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു നായ്ക്കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സായിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ അപ്സരയാണെങ്കിൽ ഈ പ്രേതത്തിൻ്റെ റോൾ ചെയ്തിട്ട് ജിൻഡപ്പൻ്റെ നീ ഇന്നലെ തലയണ ചെയ്തിട്ട് എനിക്കിത് നീ മാർക്ക് തന്നില്ലല്ലോ എന്നൊക്കെ രീതിയിലും അതുപോലെ ഋഷിയുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. പ്രേതത്തിൻ്റെ റോളാണ്, ടാസ്ക്കാണ്. പിന്നെ എന്താണ് ബേബി പ്ലസിനകത്ത് കാണിച്ചിരിക്കുന്നത്, ജാസ്മിനും അപ്സരയും ചെറിയ ഒരു വാഗ്വാദം വരുന്നുണ്ട്, ചെറിയ രീതിയിൽ ഒരു ജഗട പോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്സരയുടെ അമ്മയും അപ്സരയുടെ ആൽബിച്ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. സായിയുടെ വൈഫ് സ്നേഹയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉരുളും തള്ളിയ ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് ജിൻഡോയുടെ ടീമായ ഡെന്നും അതുപോലെ അപ്സരയുടെ ടീമായ ടണലുമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ മുന്നിൽ നിൽക്കുന്നത് അപ്സരയുടെ ടീം ടണലാണ്, 8 പോയിൻറ്റോടെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വെളുപ്പിന് വന്ദേ ഭാരതിൽ എറണാകുളത്തൊരു എൻഗേജ്മെൻറ്റിന് പോകണം കേട്ടോ. അതുകൊണ്ടാണ് ഒരു തട്ടിക്കൂട്ട് ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത്. ചെയ്തിരിക്കാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ മണി 12, ഇനി ഉറങ്ങാൻ പോലും സമയമില്ല. എന്തായാലും വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും ഇവിടെ പറയുന്നു ബിജി രമേശ് വ്ലോഗിലെ ബിജി. നാളത്തെ റിവ്യൂ വരാം. അതുവരെ ബൈ.